പ്ലസ് പി സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് നമുക്ക് GSTR1 റിപ്പോർട്ട് എങ്ങനെ എടുക്കാൻ നോക്കാം. GSTR1 റിപ്പോർട്ട് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടതാണ്. അക്കൗണ്ടന്മാർക്ക് ഫയലിംഗ് കുറച്ചുകൂടി എളുപ്പമാക്കുന്ന രൂപത്തിലുള്ള റിപ്പോർട്ട് എങ്ങനെ എടുക്കാൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ GSTR1 എന്ന് പറയുന്ന റിപ്പോർട്ട് കാണുന്നതായിരിക്കും. ഇനി ഈ മെനു സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫീസുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ GSTR1 എന്ന റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണിക്കും. ഈ വിൻഡോൻ്റെ അകത്ത് നമുക്ക് ഏത് മാസമാണ് റിപ്പോർട്ട് വേണ്ടതെന്ന് വെച്ചാൽ ആ കറക്റ്റായിട്ടുള്ള ആ മാസത്തെ ഡേറ്റ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അവിടെ കൊടുക്കുന്നത് നവംബർ മാസം റിപ്പോർട്ട് എങ്ങനെ എടുക്കാൻ നോക്കുകയാണ്. ഷോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വരിക B2B ആയിരിക്കും വരിക, പിന്നെ B2C, പിന്നെ CDNR, CDNUR വരും, പിന്നെ HSM വരും. HSM എന്ന് പറഞ്ഞാൽ ഓൾ HSM കോഡും പിന്നെ നമുക്ക് B2Bയും B2Cയും സെപ്പറേറ്റ് ചെയ്യുന്ന റിപ്പോർട്ടും നമുക്ക് വരുന്നുണ്ട്. അത് നിങ്ങൾ എടുക്കുന്ന റിപ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരിക. നിങ്ങൾക്ക് ചിലപ്പോൾ B2B സെപ്പറേറ്റ് ആയിരിക്കും, B2C സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അതല്ല HSM കോഡ് ഓളായിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഇതിനകത്ത് റിപ്പോർട്ട് നിങ്ങൾക്ക് എക്സൽ ചെയ്തെടുക്കാവുന്നതാണ്. ഫസ്റ്റ് നമുക്ക് B2B എന്താണെന്നറിയാം. B2B ബിസിനസ് ടു ബിസിനസ് ആണ്. അപ്പോൾ അത് നമുക്ക് എക്സലിലാക്കാനുള്ള ഓപ്ഷൻ താഴെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ B2CS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ടു കസ്റ്റമറാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് റിപ്പോർട്ട് കാണിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഓരോ സ്റ്റേറ്റ് വൈസുള്ള റിപ്പോർട്ടാണ് നമുക്കിതിൽ സെപ്പറേറ്റ് ചെയ്ത് വരിക. അതായത് കേരളത്തിൽ 0% ടാക്സ് എത്ര കൊടുത്തു, കേരളത്തിൽ 5% ടാക്സ് എത്ര കൊടുത്തു, കേരളത്തിൽ 18% ടാക്സ് എത്ര കൊടുത്തു എന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇൻട്രസ്റ്റേറ്റ് വരുമ്പോൾ അതാത് സ്റ്റേറ്റ് വെച്ചിട്ടാണ് നമുക്ക് ഇവിടെ ടാക്സ് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റേറ്റ് കർണാടകയിലേക്കാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ കർണാടകയിലേക്ക് 5% എത്ര കൊടുത്തു, കർണാടകയിൽ 15% എത്ര കൊടുത്തു എന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഈ റിപ്പോർട്ടിനകത്ത് കാണിക്കണം. അങ്ങനെ നിങ്ങൾക്ക് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതർ സ്റ്റേറ്റിലെ ആൾക്കാർക്ക് B2CS ബില്ലടിക്കുകയാണെങ്കിൽ അവരെ ക്രിയേറ്റ് ചെയ്യുക. കസ്റ്റമർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, കസ്റ്റമർ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത കസ്റ്റമറെ നമ്മളെങ്ങനെ സെയിലിലേക്ക് കൊണ്ടുവരാം എന്നുള്ള റിപ്പോർട്ട് നമ്മൾ വിശദമായിട്ടും മുന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ റിപ്പോർട്ട് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്ത് ബില്ലടിക്കുക എന്നുള്ളതിൻ്റെ രൂപം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കത് നോക്കാം. പിന്നെ വരുന്നത് CDNR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B2B സെയിൽസ് റിട്ടേൺ ആണ്. CDNUR എന്ന് പറഞ്ഞാൽ B2C സെയിൽസ് റിട്ടേൺ ആണ്. അതുപോലെ തന്നെ HSM കോഡ് നമുക്കിത് ഓൾ HSM കോഡ് റിപ്പോർട്ടാണ് വരുന്നത്. അതുപോലെ HSM കോഡ് B2B എന്ന് പറഞ്ഞാൽ HSM കോഡിൽ B2B മാത്രം സെയിൽ ചെയ്തിരിക്കുന്ന റിപ്പോർട്ട്. അതുപോലെ B2C എന്ന് പറഞ്ഞാൽ HSM കോഡ് B2C മാത്രം ചെയ്തിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ നിങ്ങൾ ഈ HSM കോഡ് റിപ്പോർട്ട് എടുക്കുന്ന മുന്നോട്ടായിട്ട് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പക്ഷേ നിങ്ങൾ കൊടുത്തിരിക്കുന്ന HSM കോഡ് നിങ്ങൾ പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ വിശദമായി ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് തന്നിരിക്കുന്ന HSM കോഡിൻ്റെ കാറ്റഗറീസ് ഉണ്ടാവും. ചിലവർക്ക് 6 ആയിരിക്കാം, ചിലവർക്ക് 4 ആയിരിക്കാം, ചിലവർക്ക് 8 ആയിരിക്കാം, ചിലവർക്ക് 12 ആയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് വിടുന്നതെന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതിനുശേഷം മാത്രം നിങ്ങൾ HSM കോഡ് പ്രൊഡക്റ്റ് മാസ്റ്ററിൽ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ രണ്ടാമത് വരുന്നത് നമുക്ക് HSM കോഡിൻ്റെ നെയിമാണ്. അപ്പോൾ HSM കോഡിൻ്റെ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന HSM കോഡിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റ് മാസ്റ്ററിൻ്റെ അകത്തുള്ള, അതായത് നിങ്ങൾ ഈ HSM കോഡ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഐറ്റത്തിൻ്റെ പേരെന്താണോ അതാണ് നമ്മളിവിടെ HSM കോഡ് നെയിമായിട്ട് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് അവർ ചെക്ക് ചെയ്യില്ല, നിങ്ങളെ HSM കോഡാണ് അവർ ചെക്ക് ചെയ്യുക. പിന്നെ വരുന്നത് UQC ആണ്. UQC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് ആണ്, അതായത് GSTൻ്റെ റൂളിലുള്ള യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് മാസ്റ്ററിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി യൂണിറ്റ് കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അതിന് പുറമേ ആയിട്ട് നമുക്കൊരു യൂണിറ്റിൻ്റെ അഡീഷണൽ ഓപ്ഷൻ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ പ്രൊഡക്റ്റ് മാസ്റ്ററിൻ്റെ അകത്ത് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റത്തെ സെർച്ച് ചെയ്തു. ടെസ്റ്റ് എന്ന് പറയുന്ന ഐറ്റത്തിൽ നമുക്കിവിടെ കാണാം നമ്മളിവിടെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് PCS. അല്ലെ നമുക്ക് അറിയുന്നത് എന്താണോ ആ യൂണിറ്റ് ആയിരിക്കും ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പ്രൊഡക്റ്റ് മാസ്റ്ററിൻ്റെ അകത്ത് യൂണിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ HSM കോഡ് അപ്ലോഡ് ചെയ്യുമ്പോൾ GSTൻ്റെ സൈറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന യൂണിറ്റുകൾ ചിലപ്പോൾ എടുത്തോളുന്നില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് GST റൂൾ പ്രകാരമുള്ള യൂണിറ്റുകൾ നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് പ്രൊഡക്റ്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മാസ്റ്റർ യൂണിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. മാസ്റ്റർ യൂണിറ്റ് നിങ്ങളിവിടെ കാണാം. മാസ്റ്റർ യൂണിറ്റ് ഇത്ര യൂണിറ്റുകൾ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന യൂണിറ്റ് പീസസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പീസസിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഞാൻ സേവ് ചെയ്തു. അപ്പോൾ നമുക്ക് സിംഗിൾ ആയിട്ട് ഒരു ഐറ്റത്തിന് എഡിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യും. അതെല്ലാം നമുക്ക് ഒന്നിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ 3 ഐറ്റംസ് നമ്മൾ എങ്ങനെയാണ് ഒറ്റയടിക്ക് മാറ്റുക എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഡാറ്റ ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ ഓൾറെഡി നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു രൂപം ഞാനിപ്പോൾ കാണിച്ചു തരാം, യൂണിറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത്.
അതിന് വേണ്ടി ഡാറ്റ ചേഞ്ചിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡാറ്റ ചേഞ്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ മാസ്റ്റർ യൂണിറ്റ് സെലക്ട് ചെയ്യാം. മാസ്റ്റർ യൂണിറ്റ് ആണ് നമ്മൾ മാറ്റുന്നത്. ഡാറ്റ ടു ബി ചേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ നിർബന്ധമായിട്ടും നിങ്ങൾ വായിച്ച് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ റീപ്ലേസ് ബട്ടൺ പ്രസ് ചെയ്യാൻ പാടുള്ളൂ. മാസ്റ്റർ യൂണിറ്റ് ക്ലിക്ക് ചെയ്യുക. മുൻ യൂണിറ്റ് എന്ന് പറയുന്നത് എനിക്ക് പീസസ് ആണ് വേണ്ടത്. അപ്പോൾ PCS സെലക്ട് ചെയ്തു. ഞാൻ ഓക്കെ കൊടുക്കുകയാണ്. വാല്യൂഡ് ഉള്ളത് മാത്രം ഞാൻ സെലക്ട് ചെയ്തു, ഓക്കെ അടിച്ചു. വാല്യൂഡ് ഉള്ളത് മാത്രം സെലക്ട് ചെയ്തപ്പോൾ യൂണിറ്റ് എനിക്ക് വന്നു. ഓൾഡ് ഡാറ്റ ഞാൻ കൊടുത്തിരിക്കുന്ന ടെസ്റ്റഡ് ഐറ്റം ഇവിടെ പീസസ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഓൾഡ് ഡാറ്റ പീസസ് കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാ ഐറ്റത്തിലും ഒരുപോലെ പീസസ് വരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഫീൽഡ് ഡാറ്റയിൽ PCS എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്തതിന് കൊടുത്തതിന് ശേഷം ഓക്കെ എന്ന് പറയുന്ന പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാസ്റ്റർ യൂണിറ്റ് ഇവിടെ കാണാം. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഡാറ്റ ടു ബി ചേഞ്ചും മാസ്റ്റർ യൂണിറ്റ് ആണ്. ഞാൻ അവിടെ ചേഞ്ച് ചെയ്യുന്നതും മാസ്റ്റർ യൂണിറ്റ് ആണ്. അപ്പോൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം റീപ്ലേസ് ബട്ടൺ പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് GSTൻ്റെ അകത്ത് HS മാസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. HS മാസ്റ്റർ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ മറക്കരുത്. നിർബന്ധമായിട്ടും റീഫ്രഷ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ റിപ്പോർട്ടുകൾ എടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ കാണിച്ചു തന്ന 2 ഓപ്ഷൻ, ഒന്ന് പ്രൊഡക്റ്റ് മാസ്റ്ററിൻ്റെ അകത്ത് മാസ്റ്റർ യൂണിറ്റ് കൊടുക്കലും ഒന്ന് HSM മാസ്റ്റർ റീഫ്രഷ് ചെയ്യലും നിങ്ങൾ ഈ റിപ്പോർട്ട് എടുക്കുന്നതിന് മുന്നോടിയായിട്ട് ചെയ്യേണ്ടതാണ്. മാസ്റ്റർ യൂണിറ്റ് 1 ടൈം ചെയ്താൽ മതി. പിന്നീട് നിങ്ങൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഐറ്റംസിന് ആ മാസ്റ്റർ യൂണിറ്റ് കാണിച്ചു കൊടുത്താൽ മതി. നിലവിലുള്ള ഐറ്റംസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡാറ്റ ചേഞ്ച് എന്ന ഓപ്ഷൻ കാണിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഞാൻ വീണ്ടും റിപ്പോർട്ട് എടുക്കുകയാണ്. റിപ്പോർട്ടിൽ GSTR1 റിപ്പോർട്ട് ഇവിടെ എടുത്തിരിക്കുന്ന ഡേറ്റ് 25 ഷോ ചെയ്തു. നമ്മളിവിടെ HSM B2B അല്ല HSM കൂടെ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാണാം UQC എന്ന് പറയുന്നത് പീസസ് ടു പീസസ് എന്ന് പറഞ്ഞ് കാണാം. നിങ്ങൾക്കിവിടെ കാണാം നിങ്ങൾ കൊടുത്തിരിക്കുന്ന HSM കോഡ്, യൂണിറ്റ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എക്സലിലേക്ക് എങ്ങനെ ആക്കാൻ നോക്കാം. ആദ്യം നമുക്ക് B2B Excel ആക്കാം. അപ്പോൾ നമുക്കിത് Excel എങ്ങനെ ആക്കാൻ നോക്കാം. അതിനുവേണ്ടി നമുക്ക് താഴെ Excel എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. ആ Excel ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് ഏത് ഫോൾഡറിലേക്കാണ് സേവ് ചെയ്യുന്നുള്ളത് ചോദിക്കും. ആ ഫോൾഡർ കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്ത് ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ മീഡിയ എന്ന് പറയുന്ന ഫോൾഡറിലേക്കാണ് കാണിച്ചു കൊടുക്കുന്നത്. പേര് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. GSTR1 B2B ഡേറ്റ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ Excel ഷീറ്റ് വരും. അത് സേവ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരും, ഓക്കെ പ്രസ് ചെയ്യുക. അതിനുശേഷം B2CS വരും. അതുപോലെ തന്നെ Excel ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. പിന്നെ B2B ഇപ്പോൾ HSM കോഡ് B2B അതുപോലെ ആക്കി. അതുപോലെ HSM കോഡ് B2C. അപ്പോൾ നമ്മളെല്ലാ റിപ്പോർട്ടും ഇതുപോലെ സെപ്പറേറ്റ് ആണ് നമ്മൾ എന്താക്കേണ്ടത്, JSON ആക്കേണ്ടത്. ഓക്കെ, നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് റിപ്പോർട്ട് എങ്ങനെ എടുക്കുക എന്നുള്ളത് നോക്കി. ഇനി അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ എക്സലിനെ JSON ഫോർമാറ്റിലേക്ക് എങ്ങനെ ആക്കുക എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് GSTയുടെ സൈറ്റിൽ കയറി GST ഓഫ്ലൈൻ ടൂൾ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് GSTR1 ടൂൾസ് ഡൗൺലോഡ് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അതിൽ GSTയുടെ ഒരു സൈറ്റ് കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിവിടെ GST റിട്ടേൺ ടൂൾസ് വേർഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് ലൊക്കേഷനിലേക്ക് വേണം ആ ലൊക്കേഷനിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്കിവിടെ ഡൗൺലോഡ്സിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓഫ്ലൈൻ ടൂൾ എന്ന് പറയുന്ന ഫയൽ കാണാം. ഓഫ്ലൈൻ ടൂൾസ് നിങ്ങൾക്കൊരു സിപ്പ് ഫയലായിരിക്കും. അപ്പോൾ സിപ്പ് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇതിനെ എടുത്തിട്ട് നമുക്ക് ഒരു ഫോൾഡറിലോട്ട് മാറ്റാം. ഞാനിവിടെ ന്യൂ അടിച്ചു. GST ടൂൾ എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തു. എൻ്റർ അടിച്ച് നമ്മൾ അതിൻ്റെ അകത്തേക്ക് പേസ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഫയലിൻ്റെ മുകളിൽ സിപ്പ് ഫയൽ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് അതിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോൾഡറിനകത്തേക്ക് കയറാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഈ കംപ്ലീറ്റ് ഫയലുകളും സെലക്ട് ചെയ്ത് കോപ്പി എടുത്തതിന് ശേഷം നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുക. നമ്മൾ സിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫയലിനെ ഒന്ന് കംപ്രസ് ചെയ്ത് അതിൻ്റെ സൈസ് കുറച്ച് നമുക്ക് എന്തെങ്കിലും ഡ്രൈവിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വാട്സപ്പിലോട്ടോ അയക്കാൻ വേണ്ടി അതിനെ കംപ്രസ് ചെയ്യുന്നതാണ് ഈ സിപ്പാക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളത് ഫയലിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഫയലിനെ കംപ്രസ് ചെയ്ത് എടുത്ത് വെക്കുന്നത്. ആ കംപ്രസ് ചെയ്ത ഫയലിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് അതിൻ്റെ അകത്തുള്ള ഫയലിനെ നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരണം. അതെങ്ങനെയാണ്? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ അടിച്ച് ഇവിടെ ഈ വിൻഡാർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫയൽസിൻ്റെ നെയിമും കാണാം. അത് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്താലും മതി. നമുക്കിവിടെ വരുന്ന GST ഓഫ്ലൈൻ ടൂൾസ് ആണ്. ഈ ടൂൾസ് എന്ന് പറയുന്ന ആപ്പ് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പോൾ നിങ്ങളിത് സെലക്ട് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ ഓൾറെഡി GSTR1 റിപ്പോർട്ട് നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ GST ഓഫ്ലൈൻ ടൂൾ എന്ന് പറയുന്ന ആപ്പ് കാണാം. ഇതാണ് ആ ആപ്പ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡെസ്ക്ടോപ്പിൽ അതിൻ്റെ
ഒരു ഫയൽ ക്രിയേറ്റ് ആയി കിടക്കുന്നുണ്ടോ, അപ്പോൾ അവർ ചോദിക്കുന്ന HTML ആപ്ലിക്കേഷൻ ഹോസ്റ്റിൽ ചെയ്യണമെന്നുള്ളത് സെലക്ട് ചെയ്ത് ഓൾവേസ് കൊടുക്കുക. ഇത് GSTയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതല്ല, നമ്മൾ ഓഫ്ലൈൻ ടൂളായിട്ട് നമ്മൾ എന്താക്കുന്നതാണ്, അപ്ലോഡ് ചെയ്യുന്ന ഫയലിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ അടിച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുമുള്ളൊരു പ്രിപ്പറേഷൻ ഓപ്ഷനാണ്. അതായത് നമ്മൾ അടിച്ചിരിക്കുന്ന എക്സൽ ഷീറ്റുകൾ നമ്മൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ JSON ആക്കാൻ വേണ്ടി തരുന്ന ഒരു ടൂളാണ്. ഇതിൽ നിന്ന് നിങ്ങൾ ഒരു ഫയൽ അപ്ലോഡ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ GSTയുടെ സൈറ്റിലോട്ട് അപ്ലോഡ് ആകുന്നതല്ല. അതിനുശേഷം നിങ്ങൾ GSTയുടെ ക്രോമിൽ കയറി നിങ്ങൾ GSTയുടെ യൂസർ ഐഡിയും പാസ്വേഡും അടിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളെ ഫയൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളെ ഫയലുകൾ അപ്ലോഡ് ആവുള്ളൂ. ഇതിൽ നിങ്ങളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ന്യൂ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ന്യൂ എന്ന് പറയുന്ന പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ GST R1 ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ നമുക്കിവിടെ GST നമ്പറാണ് ചോദിക്കുന്നത്. ഇവിടെ GST നമ്പർ കൊടുക്കുക. പിന്നെ നമ്മൾ ഏത് ഫിനാൻഷ്യൽ ഇയറിലത്താണോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്, അപ്പം 25-26 കാലഘട്ടത്തിലാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഏത് മാസമാണ് എടുക്കുന്നത്, അപ്പോൾ നമ്മൾ നവംബർ മാസമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ അത് ചോദിക്കുന്നത് ടാക്സ് പെയർ ആണോ എന്നുള്ളത്, അത് നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്ന ടാക്സ് കൺവേർഷൻ ആണെന്നുള്ളത് നിങ്ങളെ അക്കൗണ്ടന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് SEZ കാറ്റഗറി പെടുന്ന ടാക്സ് പെയർ അല്ല. പിന്നെ ക്വാർട്ടർലി ഫെയർ ആണോ എന്നാണ് ചോദിക്കുന്നത്, അപ്പോൾ ക്വാർട്ടർലി അല്ല. പിന്നെ ചോദിക്കുന്നത് എനിക്ക് ഇൻവോയ്സ് ജനറേറ്റ് ഉണ്ടോ എന്നുള്ളത്, അതായത് 5 crore മുകളിലേക്കുള്ള കസ്റ്റമർ ആണോ എന്നാണ് ചോദിക്കുന്നത്, അതും അല്ല. അപ്പോൾ ഞാൻ ഈ 3 ഓപ്ഷൻ നോ ആണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും കാറ്റഗറി പെടുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് യെസ് കൊടുത്ത് പ്രൊസീഡ് ചെയ്യണം. അതിനുശേഷം അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളുടെ ഫയൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ശേഷം പ്രൊസീഡ് ചെയ്യുക. പ്രൊസീഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു വാർണിംഗ് മെസ്സേജ് പോലെ വരും, അത് യെസ് കൊടുക്കുക. ഓക്കെ, നമ്മൾ സോഫ്റ്റ്വെയർ അകത്ത് എടുത്തിരിക്കുന്ന എക്സൽ എങ്ങനെ JSON ആക്കാൻ നോക്കാം. നമ്മൾ ലോഗിൻ ചെയ്ത വിൻഡോയിൽ നിന്ന് ഇമ്പോർട്ട് ഫയൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കാണാം. ഓഫ്ലൈൻ ടൂൾസിൻ്റെ അകത്ത് ഇമ്പോർട്ട് ഫയൽ ക്ലിക്ക് ചെയ്യുക. ഇമ്പോർട്ട് ഫയൽ ക്ലിക്ക് ചെയ്യുന്ന ഇമ്പോർട്ട് എക്സൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് എക്സൽ എന്ന് പറയുന്ന ഫയലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡെസ്ക്ടോപ്പിൽ മീഡിയ എന്ന് പറയുന്ന GSTR1 B2B എന്ന് പറയുന്ന ഫയൽ കാണിക്കും. അത് സെലക്ട് ചെയ്യുക. ഓപ്പൺ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുക. ആർ യു ഷുവർ വാണ്ട് ടു സേവ് ഡാറ്റ എന്ന് പറയും. യെസ് കൊടുക്കുക. യെസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സക്സസ്ഫുള്ളി എന്ന് പറയുന്ന ഒരു മെസ്സേജ് വരും. നിങ്ങൾക്ക് അങ്ങനെ ഒരു എറർ കാണിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് റോയിലാണ് എന്താണ് എറർ എന്നുള്ളത് അവരതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു എറർ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എറർ വിൻഡോ വരുന്നതായിരിക്കും. ആ എററിൻ്റെ അകത്ത് ഏത് റോയിലാണ് നിങ്ങൾ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് അവർ കറക്റ്റായിട്ട് കാണിക്കും. ആ റോ നോക്കിയിട്ട് ചിലപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന GST നമ്പർ തെറ്റായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ HSM കോഡ് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആയിരിക്കില്ല. അങ്ങനെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന എന്ത് കാര്യമാണ് തെറ്റെന്നുള്ളത് നോക്കി കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സോൾവ് ചെയ്താൽ മതി. നോർമലായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്ന ഒരു എററിൻ്റെ ഫോട്ടോ ഞാൻ ഈ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. നമുക്ക് ഇനി അതെങ്ങനെ JSON ആക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഫയലുകളും ഇതുപോലെ തന്നെയാണ്, സെപ്പറേറ്റ് ആയിരുന്നു. നമ്മൾ ഇമ്പോർട്ട് എക്സൽ എന്ന് പറയുന്ന ഫയൽ ക്ലിക്ക് ചെയ്തിട്ടും ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്ന B2B ആണ്. B2B മാത്രം നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ JSON ആക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾ റിപ്പോർട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് JSON ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് JSON ആക്കാം. അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ആളെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അവർക്ക് റിപ്പോർട്ട് JSON കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ സിംഗിൾ ആയിട്ട് എടുക്കുന്നതാണ് നോക്കുന്നത്. വ്യൂ സമ്മറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽ കാണിക്കും. നമ്മൾ 325 ഇൻവോയ്സ് ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും എന്താണെന്നുള്ളത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൺഫേം ചെയ്തതിനു ശേഷം ജനറേറ്റ് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ജനറേറ്റ് ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഇതൊരു JSON ഫയലിൻ്റെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്കത് ഡൗൺലോഡ് ചെയ്യാനുള്ള പണി മാത്രമേ നമുക്കുള്ളൂ. ജസ്റ്റ് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങോട്ടത് സേവ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡെസ്ക്ടോപ്പിൽ മീഡിയ എന്ന് പറയുന്ന ഫോൾഡറിലേക്ക് സേവ് ചെയ്യുക. നമ്മളിപ്പോൾ ആ ഫോൾഡറിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ JSON ഫയൽ നിങ്ങൾ അക്കൗണ്ടന്റിന് കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളെ ഫയലുകൾ ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കുക. കാരണം അവർക്ക് അത് അപ്ലോഡ് ചെയ്യാന്നുള്ള ഒരു സെഗ്മെൻറ്റ് മാത്രമേ ആ JSON ഫയലിനകത്ത് വരുള്ളൂ. നിങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾക്കൊരു എറർ മെസ്സേജ് നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എറർ പരിഹരിച്ച് നിങ്ങൾ വീണ്ടും JSON ആക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇവിടെ ഇൻ കേസ് നിങ്ങൾക്ക് റോ എറർ ആണെന്ന് പറഞ്ഞൊരു മെസ്സേജ് വരികയാണെങ്കിൽ ആ കാണിച്ചിരിക്കുന്ന റോ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും
കാര്യങ്ങളും നമ്മൾ ഈ ഒരു GSTയുടെ സോഫ്റ്റ്വെയർ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അതും JSON ആക്കി എടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ JSON കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ എറർ വന്നിരിക്കുന്ന റോ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ അത് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എറർ ഇല്ല നിങ്ങളൊന്ന് കൺഫേം ചെയ്യേണ്ടത് ചെയ്യുന്ന ആളെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അങ്ങനെ ഇൻ കേസ് നിങ്ങൾക്ക് ഒരു എറർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇമ്പോർട്ട് ഫയലിൻ്റെ തൊട്ടേ അടുത്തായിട്ട് ഡിലീറ്റ് ഓൾ ഡാറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഈ ഡിലീറ്റ് ഓൾ ഡാറ്റ കൊടുത്ത് യെസ് കൊടുത്തതിന് ശേഷം നിങ്ങൾ വീണ്ടും നമ്മളെ സോഫ്റ്റ്വെയർ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ തന്നിരിക്കുന്ന എടുത്തു വെച്ചിരിക്കുന്ന എക്സൽ ഷീറ്റിൻ്റെ അകത്ത് ഏത് റോ ആണ് എറർ ഉള്ളത് എന്നുള്ളത് നമ്മളെ ഈ ഒരു GSTയുടെ സോഫ്റ്റ്വെയർ കാണിച്ചു തരും. ആ റോയിൽ പോയിട്ട് എന്താണ് അതിൽ മിസ്റ്റേക്ക് എന്നുള്ളത് നിങ്ങൾ ആ എക്സലിൽ പോയിട്ട് കൺഫേം ചെയ്തതിന് ശേഷം നമ്മളെ സോഫ്റ്റ്വെയറിൽ വന്ന് അതിൻ്റെ എറർ പരിഹരിച്ച് നിങ്ങൾ വീണ്ടും എക്സൽ ആക്കേണ്ടതാണ്. GSTR1 എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ കയറി നിർബന്ധമായിട്ട് വീണ്ടും എക്സലാക്കി ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് എറർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു എറർ വരികയാണെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഏത് റോയിലാണ് അതിൻ്റെ എറർ സംഭവിച്ചതെന്നുള്ളത് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഫോട്ടോയിൽ കാണിക്കുന്ന എറർ വന്നിരിക്കുന്നത് റോ 5 എന്ന് പറയുന്നതിലാണ്. അപ്പോൾ റോ 5ൽ നമ്മൾ എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ മുകളിൽ നിന്ന് താഴത്തോട്ട് വരുമ്പോൾ നമുക്ക് 5ാമത്തെ റോയിലാണ് നമുക്ക് ആ ഒരു കംപ്ലയിൻറ്റ് വരുന്നത്, ആ ഒരു എറർ കാണിക്കുന്നത്. അപ്പോൾ ആ എറർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ GST നമ്പർ കൊടുത്തത് തെറ്റായിരിക്കാം. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ കൺഫേം ചെയ്തതിനു ശേഷം സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ആ എറർ പരിഹരിച്ച് വീണ്ടും നിങ്ങൾ ആ എക്സൽ എടുത്തിട്ട് നമ്മൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന മാതിരി ഡിലീറ്റ് ഓൾ ഡാറ്റ എന്ന് പറയുന്ന ഫയൽ നിർബന്ധമായിട്ടും ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന ആദ്യം അപ്ലോഡ് ചെയ്തിരിക്കുന്നതും ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഫയലും കൂടി ഡബിളായിട്ട് നിങ്ങൾക്ക് എന്താവും എമൗണ്ട് വലിയ എമൗണ്ടിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും ഡിലീറ്റ് ഓൾ ഡാറ്റ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ B2B അപ്ലോഡ് ചെയ്ത് അത് ഓക്കെ ആയി നമ്മളിപ്പോൾ കാണിച്ചെന്ന മാതിരി നമ്മൾ JSON ഫയൽ എടുത്തതിന് ശേഷം അടുത്ത നിങ്ങൾ B2C ആയിരിക്കും അപ്ലോഡ് ചെയ്യുക. അതിന് മുന്നോടിയായിട്ടും ഡിലീറ്റ് ഓൾ ഡാറ്റ എന്ന് പറയുന്ന ഫയൽ നിങ്ങൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഓരോ ഫയലായിട്ട് നിങ്ങൾ എന്താക്കണം, ഇതിൻ്റെ അകത്തേക്ക് അപ്ലോഡ് ചെയ്ത് JSON ആക്കണം. ഞാൻ ഇമ്പോർട്ട് ഫയൽ കൊടുക്കുകയാണ്. അടുത്ത ഞാൻ B2C ആണ് ചെയ്യുന്നത്. B2C ഇതുപോലെ തന്നെ സെലക്ട് ചെയ്തു, അപ്ലോഡ് കംപ്ലീറ്റ് ആയി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ സമ്മറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 3 ബില്ല്, അത് 3 എണ്ണമാണ് സെക്ഷൻ വൈസ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് ഉണ്ടോ, നിങ്ങൾക്ക് അതർ സ്റ്റേറ്റ് ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കാം. നീ ഇവിടെ കാണിക്കും 3 ഇൻവോയ്സാണ് നമ്മൾ എക്സലിൽ കണ്ട പോലെ, നമ്മൾ സോഫ്റ്റ്വെയറിൽ നമ്മൾ R1 കണ്ട പോലെ തന്നെ 3 എണ്ണമാണ് ഉള്ളത്. പിന്നെ ടോട്ടൽ സെൻട്രൽ ടാക്സും സെയിൽസ് ടാക്സും കാണിക്കും. ജനറേറ്റ് ഫയൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കും. ഇതിലും നിങ്ങൾക്ക് റിട്ടേൺ 22R1 എന്ന് പറയുന്ന ഒരേ പേര് നമ്മൾ നേരത്തെ B2Bയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന അതേ പേര് തന്നെ ആയിരിക്കും ഇതിൻ്റെ അകത്തും കാണിക്കുക. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് JSON ഫയലുകൾ എടുത്ത് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 രൂപത്തിൽ JSON ആക്കാം. ഒന്ന് നിങ്ങൾ ഫുൾ റിപ്പോർട്ടുകൾ അപ്ലോഡ് ചെയ്തതിനു ശേഷം സിംഗിൾ JSON ആയിട്ടും, അതെല്ലാം നിങ്ങൾക്ക് B2B, B2CS, HSN, CDNR അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് JSON അപ്ലോഡ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പേരുകൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ കാണിച്ചു തന്നിരിക്കുന്നത് സെപ്പറേറ്റ് എങ്ങനെ ഓരോ ഫയലുകളും JSON ആക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ഇതുകൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം JSON ആക്കിയാലും മതി. അതിനുവേണ്ടി ഞാൻ റിട്ടേൺ എന്ന് പറയുന്ന ഫയൽ ക്ലിക്ക് ചെയ്തു, സേവ് എന്ന് പറയുന്ന ഫയൽ ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന പേര് ഇവിടെ കാണാം, R1 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പേര് മാറ്റുകയാണ്. ഇതിൻ്റെ പേര് നമ്മൾ എന്താക്കുകയാണ്, ഇവിടെ B2C നമുക്ക് വേണ്ട പേര് എന്താണോ അത് കറക്റ്റായിട്ട് കൊടുത്ത് നമുക്കിവിടെ സേവ് ചെയ്യാം. അപ്പോൾ ആ പേരിൽ അവിടെ സേവ് ആയിക്കോളും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ 2 ഫയലുകൾ JSON ആക്കിയിട്ടുണ്ട്. നമുക്കൊരു 2ഉം കൂടി ഒരുമിച്ച് എങ്ങനെ JSON ആക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അതിന് വേണ്ടി ഞാനിവിടെ ഓൾറെഡി ഡിലീറ്റ് ചെയ്ത് വെച്ച B2B ഒന്നും കൂടി ഞാനിവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. ഞാൻ ഡിലീറ്റ് ഫയൽ കൊടുക്കാതെ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ കണ്ടില്ലേ, നമുക്കിവിടെ രണ്ട് സെക്ഷനുകളായിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സിംഗിൾ ആയിട്ടാണ് JSON ആക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓരോ പ്രാവശ്യം ഓരോ ഫയലുകൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങളിവിടെ ഡിലീറ്റ് ഓൾ ഡാറ്റ അല്ലെങ്കിൽ ക്ലിയർ സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. സെലക്ട് സെക്ഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് B2B, B2C. പിന്നെ നമുക്ക് വരുന്നത് HSN കോഡാണ്. അപ്പോൾ HSN കോഡ് ഇവിടെ കാണിക്കുക കണ്ടോ, B2Bയും B2CS പിന്നെ CDNR കാണിക്കും. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഫയലുകൾ ഏത് സെക്ഷനാണെന്നുള്ള നമ്മൾ സെലക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് ടൈം നിങ്ങൾ അപ്ലോഡ് ചെയ്ത പാടെ തന്നെ നിങ്ങൾ ആ ഒരു JSON ഫയലിൽ എടുത്ത് വെച്ചതിന് ശേഷം ഡിലീറ്റ് ഓൾ ഡാറ്റ കൊടുത്താലും മതിയാവും. ഇപ്പോൾ നമ്മളെല്ലാ ഫയലുകളും ഒരുമിച്ച് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ B2B, B2CS,
പിന്നെ HSM വെയ്റ്റ്സ് B2B, HSM വെയ്റ്റ് B2C. ഇത്രയും ഫയലുകൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റേതായ കൗണ്ടിങ്ങൾ ഇവിടെ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ ആ കൗണ്ടിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ജനറേറ്റ് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയും ഒരു JSON ഫയൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് JSON ചെയ്യാം. B2B, B2C, HSM B2B, HSM B2C എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. അതെല്ലാം നമ്മൾ സോഫ്റ്റ്വെയറിൽ നിന്ന് എല്ലാ റിപ്പോർട്ടും നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സിംഗിൾ JSON ആക്കണമെന്നുണ്ടെങ്കിൽ സിംഗിൾ JSONും ആക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജനറേറ്റ് ഫയൽ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് പേര് മാറ്റി സേവ് ചെയ്യാവുന്നതാണ്. ഈ ഫയൽ നിങ്ങൾ ഡയറക്റ്റ് നമ്മൾ JSON ആയിരിക്കുന്ന ഫയൽ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിന് കൊടുത്തു കഴിഞ്ഞാൽ അവരവരുടെ സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. റിപ്പോർട്ട് നിങ്ങൾ JSON ആക്കുന്നതിന് മുന്നേ നിങ്ങൾ റിപ്പോർട്ട് കൺഫേം ആവുന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ്. ഇത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും റിപ്പോർട്ടുമായി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫീസുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നതായിരിക്കും.